വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കണോ. നല്ല ചെറിയൊരു ഉറക്കക്ഷീണുണ്ട്. രാവിലെ 5 മണിക്ക് എണീറ്റായിരുന്നേ. നമുക്ക് 8:30 ഒരു ട്രെയിൻ എടുക്കാനുണ്ട് കോഴിക്കോട് നിന്ന് എറണാകുളത്തോട്ട്. നാളെ നമ്മളൊരു ചെറിയ യാത്ര പോവുകയാണ്. ഭയങ്കര ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു യാത്രയാണ്. കാരണം ഞാനും വിഷ്ണുവും യുവിയും മാത്രമല്ല ഇത്തവണ, കോഴിക്കോട് നിന്ന് അമ്മയും അച്ഛനും കൂടെ ഉണ്ട്. അപ്പൊ എങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാം. എല്ലാരും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. അപർണ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസം ഇവിടെ. അവൾ ഇന്ന് പോവാണ്. ഇനി പോണതിന്റെ മുന്നേ അവളെ കാണുന്നുണ്ടായിരിക്കില്ല. അപ്പോ അവളോട് ബൈ ബൈ പറയണം എന്നുള്ളൊരു ചെറിയ വിഷമം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. നമ്മൾ ഇന്ന് എറണാകുളം പോവും, സ്റ്റേ ചെയ്യും. നാളെ രാവിലെ നമ്മൾ ഫ്ലൈറ്റ് എടുക്കും. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഈ വ്ളോഗിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. കാരണം എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ കാരണം ലേറ്റ് ആക്കണ്ടല്ലോ. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. അമ്മ സൈഡിലൊരു മിനി ലോറി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അമ്മ അറിയാം അത്രയും സാധനം ഉണ്ട് ബാഗിൽ നിന്ന്. വിഷ്ണു കുറെ എന്റെ ബാഗിൽ കുത്തിക്കയറ്റാൻ ശ്രമിച്ചായിരുന്നു. ഞാൻ റിജക്ട് ചെയ്ത് മൊത്തം അമ്മയുടെ ബാഗിലേക്ക്. അമ്മയും അച്ഛനും ഇപ്പൊ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ പോവാണ് കേട്ടോ. കാരണം നമ്മുടെ പെട്ടിയും കാര്യങ്ങളും എല്ലാം കൂടെ ഒറ്റ ട്രിപ്പിൽ പോവില്ല. നമ്മൾ ഹെൽപ്പിന് വേണ്ടി ഒരു ഡ്രൈവർ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. പുള്ളി നമ്മൾ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടാക്കി തരും. അല്ല പറഞ്ഞോ, നമുക്ക് വിഷമമുണ്ടോ ഒന്ന് പോണേല്? കറിയോ? ഒരിക്കലുമില്ല. ഉവി നമ്മളിന്ന് പോവാടാ. ഇനി മേമേനെ പെട്ടെന്ന് കാണില്ല. ഇനി നമ്മൾ മാർച്ചിലേക്കാണല്ലോ, 6 monthsലേക്കാണല്ലോ മേമേനെ. അതെ, ഇപ്പൊ യുവിനെ അങ്ങനെ ഇരുത്താൻ പറ്റില്ല. അപ്പൊ യുവി ഓടും. യുവി കമന്നു കേട്ടോ, അത് പറയാൻ മറന്നു. 2 ദിവസം മുന്നേ ഒരു കമിഴിൽ അങ്ങോട്ട് കമന്നു. എത്രയൊക്കെ നോക്കിക്കഴിഞ്ഞാലും കണ്ടോ കവിളില് മറ്റേ കൊതു കടിച്ച പാടൊക്കെ. പിന്നെ നഖം വെട്ടാൻ 2 ദിവസം ഞാൻ ട്രൈ ചെയ്തിട്ട് നടന്നിട്ടില്ല. പാല് കുടിക്കുന്ന സമയത്തൊക്കെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു, നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്താ പറയാ, നഖം വെട്ടുള്ള സാധനങ്ങളായിട്ടാണ് നമ്മുടെ യാത്ര. അതുകൊണ്ട് മുഖത്ത് വെട്ടും കുത്തുമായിട്ടും അല്ല, യുദ്ധത്തിന് പോയതുപോലെ ഉണ്ട്. എന്നാൽ രാത്രി ഉറക്കത്തിനൊരു യുദ്ധത്തിൽ പോയതാണ്. നമ്മളിപ്പോ പോകുമ്പോ അപർണേനെ പുതിയ സ്റ്റാൻഡിൽ ഇറക്കും അല്ലേ. അവിടുന്ന് അപർണ മഞ്ചേരി പോകും, KSRTC. അവിടുന്ന് അപർണ വളാഞ്ചേരി പോവും, ഞങ്ങൾ എറണാകുളത്ത് പോവും അല്ലേ. എന്തൊരു ഗമ. ആ ശരിയാ, 3 മാസത്തിനുള്ളിൽ ഫ്ലൈറ്റ് കയറി, ട്രെയിനിൽ കയറും, ബസ് കയറിയിട്ടില്ല, ഇനി ബോട്ട് കയറും. അതെ, എന്താ അല്ലേ. ദേഷ്യം വരുന്നുണ്ട്, നിക്കാണ് നടക്കാൻ. അതെ, ഒരു ലോഡ് ലഗേജ് ഉണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. 4 പെട്ടി, സ്ട്രോളറ്, കാർ സീറ്റ്. സ്ട്രോളർ കൊണ്ടുപോകുന്നത് വിഷ്ണുവിന്റെ സ്വന്തം താല്പര്യത്തിലാണ്. അത് ഉപയോഗിച്ചേ പറ്റൂന്നാണ് വിഷ്ണു പറയണത്. അതെ, അമ്മ അതിന് ശേഷം ഓട്ടോ വിളിച്ച് പിന്നാലെ പോകും. ഇത് അമ്മയ്ക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേയുടെ സമയത്ത് വാങ്ങിക്കൊടുത്തൊരു ബാഗായിരുന്നു. ഇതിലെല്ലാം കൊള്ളും. ട്രാവൽ കോസ്റ്റ്യൂം ആണല്ലേ. ചെരുപ്പ് എവിടെ? വിഷുവിന്റെ ഇപ്പൊ ടെൻഷൻ എന്താ അറിയോ? യുവി കാറ് കയറി എങ്ങനെ ഉണ്ടാവും? കാറ് കയറി ഉറങ്ങില്ലേ അല്ലേ? അങ്ങനെ ടെൻഷൻ അടിച്ചൊരു മനുഷ്യൻ പോവിടുന്ന. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് പോവുകയായിട്ടോ. ഇനി അച്ഛനെയും ഡ്രോപ്പ് ചെയ്തിട്ട് കാറ് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മളും ഇനി മെല്ലെ ഇറങ്ങട്ടെ. നമ്മളും ഇറങ്ങായിട്ടോ. പോവാം പറഞ്ഞു. എല്ലാം എടുത്തു. നമ്മള് ഇവിടുന്ന് 8:30 നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് അല്ലേ. നേത്രാവതിന്ന് നമ്മൾ ആലുവ പോയി ഇറങ്ങും. ആലുവ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്തുള്ളൊരു സ്റ്റേ നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം നാളെ എപ്പോഴാ ഫ്ലൈറ്റ്? 12 മണിയോ? എപ്പോഴാ ഫ്ലൈറ്റ്? നാളെ രാവിലെ 11 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവനെയും കൊണ്ട് അത്ര നേരത്തെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ഇപ്പോൾ റോഡ് അത്ര സുഖമില്ല എന്നാണ് എല്ലാവരും പറയണത്. കാരണം റോഡ് പണി നടക്കുന്നതുകൊണ്ട്. അപ്പോൾ ട്രെയിൻ അതുകൊണ്ടാണ് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പോയി സ്റ്റേ ചെയ്ത് നാളെ രാവിലെ നമ്മൾ ഫ്ലൈറ്റ് എടുക്കും. അതാണ് യാത്രയുടെ ഒരു ഉള്ളടക്കം. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ എല്ലാ വെക്കേഷനിലും ഒരു ട്രിപ്പ് പോകും. നമ്മളെല്ലാരും കൂടെ കേട്ടോ. നമ്മള് 13 ആൾക്കാര് കറക്റ്റ് ആയിരുന്നു. ട്രെയിനിൽ അല്ലെങ്കിൽ ടെമ്പോ വിളിച്ചിട്ടും പോയിരുന്നു അവസാനൊക്കെ. അപ്പൊ മൂകാംബിക അല്ലെങ്കിൽ ചെന്നൈ, പിന്നെ ട്രിവാൻഡ്രം, അങ്ങനത്തെ ലൊക്കേഷൻസിലൊക്കെയാണ് നമ്മൾ പോവുക. അപ്പൊ വെല്ലച്ചൻ ആയിരിക്കും നമ്മുടെ ട്രിപ്പിന്റെ നേതാവ്. അപ്പൊ വെല്ലച്ചൻ ഇങ്ങനെ പോകുന്നതിന്റെ 1 മാസം മുന്നേ നമ്മളെല്ലാരെയും വിളിച്ചിട്ട് നമ്മളപ്പോ രാവിലെ വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങും. ബാഗിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെ ബാഗിലുള്ളതൊക്കെ പറയും. അതിനുശേഷം നമ്മൾ അവിടെ എത്തി, അവിടുന്ന് ഇവിടെ പോയി, അങ്ങനെ ചെയ്ത്
അങ്ങനെ ഫുള്ള് കഥ പറഞ്ഞു തന്ന് നമ്മൾ തിരിച്ച് വീട്ടിലെത്തണമെന്ന് വരെയുള്ള കഥകൾ പറഞ്ഞുതരും. അടുത്ത ദിവസം പിന്നെ തന്നെ പറയും. എല്ലാ ദിവസവും നമ്മള് 3 പേര്, ഞാനും എവർണി രോഹിത് വരുന്നു മെയിനായിട്ട്. ഞങ്ങളോട് പോയിരുന്നിട്ട് വെളിച്ചം നമ്മൾ പോണ കഥ പറയുന്നത്. വെളിച്ചൻ ഇതന്നെ പിന്നെയും പറയും. പക്ഷെ നല്ല രസമായിരുന്നു. അവിടെ കണ്ടൊരു നിഴല് പോലെ നിൽക്കുന്നത് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. ഫോക്കസ് ചെയ്തു. കണ്ടോ അച്ഛനെ? അച്ഛനൊരു പോട്ടന്റെ ഹെൽപ്പും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും പെട്ടിയുണ്ട്. 4 വലിയ പെട്ടിയുണ്ട്, കാർ സീറ്റും സ്ട്രോളറും ഉണ്ട്. എന്തിനാണ് സ്ട്രോളർ എന്നുള്ളതിനുള്ള മറുപടി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അതൊക്കെ മനസ്സിനൊരു സുഖമല്ലല്ലോ ഇഷ്ടം. കാലം മുന്നോട്ട് പോകുന്തോറും ചില റിലേഷൻഷിപ്പൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരും. ചില റിലേഷൻഷിപ്പ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ നിന്ന് വിട്ടു പോകും. എനിക്ക് അങ്ങനെ സ്ട്രോങ് ആയിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പാണ് അപർണുവിനായിട്ട്. അപർണുവിനും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. 2 ദിവസം കഴിഞ്ഞാൽ വളാഞ്ചേരിയിൽ നിന്ന് അവൾ പഠിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. കുറച്ച് ദൂരമുള്ളത് കാരണം നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ ഇനി അവൾ തിരിച്ചു വരില്ല. അപ്പം ഇനി അടുത്ത തവണ വരുമ്പോഴല്ലേ കാണുള്ളൂ. അതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ കണ്ടത്. വീട്ടിൽ പെണ്ണ് കാണാൻ വന്ന സമയത്ത് അമ്മ വലിയ പൊട്ടും സാരിയൊക്കെ ഇട്ടിട്ടാ വന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? ഞാൻ വിചാരിച്ചു ആ മ്യൂസിക് എന്റെ മനസ്സിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഓടി. ഇപ്പൊ ഒരു വില ഇല്ലാന്ന്. നല്ലതാണോ? ട്രെയിന് വരാനായിട്ടുണ്ട്. നമുക്ക് യുവിനെ എങ്ങനെ തന്നെ എടുക്കാന്നാണ് വിഷ്ണു പറയണേ. ഞാനും അമ്മയും ഒക്കെ ബാക്കി പെട്ടിയും ഒരു പോട്ടർ ചേട്ടനെ വിളിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ പുള്ളി ഹെൽപ്പ് ചെയ്യുമായിരിക്കും. യുവിക്ക് ജനിച്ച സമയം തൊട്ട് തന്നെ ഭയങ്കര യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ കാർ സീറ്റ്. കാർ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കാറിലൊക്കെ ആണെങ്കിൽ മടിയിലിരിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ അവിടെ നമുക്ക് പിള്ളേരെ മടിയിലിരുത്തുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. മടിയിലൊക്കെ വെച്ച് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫൈനാണ്. പിന്നെ സേഫ്റ്റി കൂടുതലും കാർ സീറ്റിലാണ്. ഇവൻ ഇത് യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായത് കാരണം എന്തായാലും ശീലം പോകരുത് എന്നുള്ള നിർബന്ധമുള്ളത് കാരണമാണ് നമ്മൾ ഈ കാർ സീറ്റ് കൊണ്ടുവരുന്നതും നാട്ടിൽ വന്ന് ഇത്ര കഷ്ടപ്പെട്ടത് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ശീലിച്ച് വന്ന് കുട്ടികളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്കും അവർക്കൊരു സേഫ്റ്റി തോന്നുക. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോരോ രാജ്യങ്ങളിലും ഓരോരോ കാര്യങ്ങൾക്കും ഓരോ പ്രാക്ടീസ് അല്ലേ. ഈവൻ മെജോറിറ്റി ഓഫ് സമയം അവിടെ വളരേണ്ട ഒരാളായത് കാരണം കുറച്ചൊക്കെ അവിടുത്തെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഞങ്ങൾക്കും അവനും എളുപ്പം. സ്വിഗ്ഗിയിൽ ഇപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സിൽ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. PNR-ഉം നമ്മുടെ സീറ്റ് നമ്പറും ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. അത് നമ്മൾ ഓർഡർ ചെയ്തു. പക്ഷേ കാൽക്കുലേഷൻ കുറച്ച് തെറ്റിപ്പോയി. കാലിക്കറ്റിൽ നിന്ന് കയറിയിട്ട് നമ്മൾ തൃശ്ശൂരാണ് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തത്. ഞാനും വിഷ്ണുവും പൊതുവെ അങ്ങനെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശീലമുള്ള ആൾക്കാരല്ലല്ലോ. ഇപ്പോൾ റീസെൻ്റായിട്ട് അമ്മയും അച്ഛനോടെ വന്ന് നിന്നപ്പോഴൊക്കെയാണ് അങ്ങനെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഡിലേ ചെയ്ത് ബുദ്ധിമുട്ടായിരുന്നില്ല. പക്ഷെ അമ്മയ്ക്കും അച്ഛനും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അച്ഛനോട് ഒറ്റയ്ക്ക് ഇട്ട് വിടാന്നിരിക്കും. അത് ശരിയല്ല കേട്ടോ അമ്മ. ശരിയാണ്. ഞങ്ങൾ വേറെ ട്രിപ്പ് പോകണ്ടേ, ഞങ്ങൾ മാത്രം അന്ന് ഞാൻ ഒപ്പിരിക്കാം. ചാൻസ് കൊടുക്കാം. വിഷ്ണുവിൻ്റെ അമ്മ നല്ലൊരു വൈബ്രൻറ്റ് പേഴ്സണാലിറ്റിയുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സും ഉണ്ട്. ഫ്രണ്ട്സ് ഉണ്ടെന്ന് മാത്രമല്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അമ്മ അത്യാവശ്യം നല്ല പോപ്പുലറാണ്. അമ്മയോടൊപ്പം സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഷോപ്പിങ്ങിന് പോകാനൊക്കെ നല്ലൊരു നമ്മുടെ ജനറേഷനിൽ ഒരാളായിട്ട് പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. ബ്രേക്ക്ഫാസ്റ്റ് എത്തിയില്ല. നമ്മൾ ആ തൃശ്ശൂരിൽ എപ്പോൾ കിട്ടുമെന്ന് വെച്ച് ഓർഡർ ചെയ്തതാണ്. തൃശ്ശൂർ 10:57 എത്തും. ആലുവ നമ്മൾ 11:30 എത്തും. വിശന്നിട്ട് അമ്മടി ഇല്ല, നമ്മള് പിഷാരടി ഹോട്ടലിൽ തന്നെ ഓർഡർ ചെയ്തത്. അപ്പൊ പിഷാരടി ഹോട്ടലില് ഡെലിവറി തൃശ്ശൂര്. നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് അമ്മയും അച്ഛനും നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അതവരെ മുഖത്തൊന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം. ഇപ്പം മുഖത്തൊന്ന് വേണമെങ്കിൽ വിശപ്പും കൂടെ മനസ്സിലാക്കാം. അമ്മയ്ക്ക് രാവിലെ ഊത്തപ്പം ഉണ്ടാക്കി എടുക്കാൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് നമ്മളായിരുന്നു ക്യാൻസൽ ചെയ്യിപ്പിച്ചത്. അതിന്റെ വിഷമാണ് അമ്മയ്ക്കിപ്പോ. അമ്മടി അച്ഛൻ്റെ സീറ്റ് അപ്പുറത്തായിരുന്നേ. നമ്മൾ തത്കാല ടിക്കറ്റ് എടുത്ത് നമ്മളെടുത്ത ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കുറച്ചേരം ഇരുന്നിട്ട് വരാമെന്ന് പറഞ്ഞു. നേത്രാവതി വൃത്തിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ട്രിവാൻഡ്രം എത്താനാവുമല്ലോ നമ്മൾ കയറിയ സ്ഥലമൊക്കെ ആകുമ്പോഴൊക്കെ. അതിൻ്റെ ഒരു വൃത്തിക്കുറവ് ട്രെയിനിലുണ്ട്. എന്തായാലും തൃശ്ശൂരെത്തി. നമുക്കിതേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സീറ്റ് എവിടെയായിട്ട് അമ്മ പകുതി നേരം എവിടെയാണുള്ളത്. അവിടെ AC തണുപ്പ് വരാം. ഏറ്റവും കൺസിസ്റ്റന്റ് റിയാക്ഷൻ കൊടുക്കുന്ന ഐശ്വര്യ അച്ഛനെ കാണാം. അപ്പം ചിരിയത് തന്റെ കൈ നക്കണോ? എന്ത് വരും കൈ നക്കാൻ പറ്റില്ല കേട്ടോ.
ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് എല്ലാ സമ്മർ വെക്കേഷനും അച്ഛൻ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. അധികം സൂറത്ത്, ഡൽഹി, ജയ്പൂർ അങ്ങോട്ടൊക്കെ ആവുമായിരുന്നു. കാരണം അച്ഛൻ്റെ കസിൻസ് ഉണ്ട് അവിടെ. അന്ന് നമ്മൾ ട്രെയിനിലാണ് പോവുക. അപ്പോൾ ഈ പറയുന്ന പോലെ 2 ദിവസമൊക്കെ നമ്മൾ മുഴുവൻ ഇരുന്നാലാണല്ലോ ജയ്പൂരും അതേപോലെ ഡൽഹിയൊക്കെ എത്തുക. അപ്പോൾ ട്രെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും അങ്ങനത്തെ കുറേ ഓർമ്മകളാണ് ആദ്യം വരിക. അങ്ങനെ നമ്മൾ ആലുവെത്തി, നമ്മൾ ഇറങ്ങി, ലഗേജ് മുഴുവൻ ഇറക്കി കേട്ടോ. യുബീനെ ഞാനെടുത്ത് ബേബി കാരിയറിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ ആകുമ്പോൾ കുറച്ച് തണുപ്പും കൂടെ ഉണ്ടാകുമ്പോഴേ നമുക്ക് കാരിയർ ഉപയോഗിക്കാൻ ഇത്ര ഒരു ഉഷ്ണം അല്ലെങ്കിൽ ഒരു വിയർപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇവിടെ കുറച്ചും കൂടെ അവനും എനിക്കും ചൂടെടുക്കുന്നു, 2 പേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ. ഇവിടെ നമ്മളിനി ഒരു ഊബർ എടുത്താണ് നമ്മൾ ഹോട്ടലിൽ പോണേ. ഞാൻ ഇവനെ കൊണ്ട് കാറ് കയറിയിരുന്നേ, കാരണം പുറത്ത് നല്ല വെയിലുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടും ഇത്ര വെയിലത്തോട്ട് ഇവൻ ഇതുവരെ ഇറക്കിയിട്ടില്ല. മോൾദീവ്സ് പോകുമ്പോഴായിരിക്കും അവൻ ആദ്യമായിട്ട് ഇത്ര വെയിലോട്ട് എക്സ്പോസ്ഡ് ആവുന്നല്ലേ. ഇവന്റെ അവിടുന്ന് വരുന്ന സമയത്ത് കിഡ്സിന്റെ, അതായത് ബേബീസിന്റെ സൺസ്ക്രീൻ ഞാൻ ബേബീസിന്റെ സൺസ്ക്രീൻ ഞാൻ വാങ്ങിക്കാൻ മറന്നു. അതുകൊണ്ട് ഇനിയിപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു പീഡിയാട്രീഷ്യൻ, പുള്ളിക്കാരുടെ അടുത്ത് ചോദിച്ച് അങ്ങനെ വല്ല സമ്പ്രദായം ഉണ്ടോ എന്നൊക്കെ നടന്നിട്ട് വേണം. അതെ, ഒരു സൺസ്ക്രീൻ ബേബീസിന്റെ ഉണ്ടെങ്കിൽ തേക്കുന്നത് നല്ല തന്നെ ആയിരിക്കും. ഒരു ഹാറ്റും കിട്ടിയില്ല എനിക്ക്. ഞാൻ ഇന്നലെ ഹൈലൈറ്റ് മോളിൽ പോയിട്ട് ചോദിച്ചിട്ടുണ്ട്. അമ്മ എക്സൈറ്റഡ് ആണോ? ഇതൊരു എളിമയെ നോക്കണം. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ 11:45. അതെ, ബ്രഞ്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ഉദ്ദേശം, ഇന്ന് നമ്മള് ഇവിടെ നേരത്തെ വരാൻ കാരണം നാളെ നേരത്തെ പറഞ്ഞതുപോലെ ഇവനെയും കൊണ്ട് നേരത്തെ വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ വന്ന് നമ്മൾ എയർപോർട്ടിന്റെ അടുത്ത് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസിഡൻസി എന്ന് പറഞ്ഞ ഹോട്ടൽ, അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ എളുപ്പമായിരിക്കും പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ പോണ സ്ഥലത്തോട്ട് ആകെ 1 മണിക്കൂർ, എന്താ പറയാ, 1 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ, 1 മണിക്കൂർ ഫ്ലൈറ്റേ ഉള്ളൂ. അൽക്ക പറയാട്ടോ, കൊച്ചിയിൽ നിന്നാണെങ്കിൽ കമ്പ് കുത്തി ചാടിയാൽ മതി എത്തുന്ന. അത്ര അടുത്ത ഫ്ലൈറ്റ് കയറുമ്പോൾ ഇറങ്ങാനാവുന്ന. ഞാൻ അമ്മ പറയും എവിടെ സ്ഥലം എന്നാ, ഞാനായിട്ട് പറയണില്ല, പറഞ്ഞിട്ടുള്ളത് വേറെ. അമ്മ പറയട്ടെ വിചാരിച്ചു. അതെ, ഉറക്കെ പറയും, ഉറക്കെ. ഞങ്ങൾ മാൽദീവ്സിലേക്കാണ് പോണത്. ഞങ്ങളൊരു 3 ഡേയും 4 നൈറ്റ്സും അത്രേ വരുന്നുള്ളൂ. പക്ഷെ ഈവനിങ് കൊണ്ട് നമുക്ക് വേറെ കുറെ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെ സ്ഥലങ്ങൾ കാണുക, സൈറ്റ് സീയിങ് അതൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് മിസ്സിങ് തോന്നുമല്ലോ. ഇതാകുമ്പോൾ പിന്നെ ഒരു റിലാക്സ്ഡ് ബീച്ച് വെക്കേഷൻ ആണ്. അമ്മയും അച്ഛനും വരും കൂടെ റൂമിലിരിക്കും, ഞാനും ഇഷ്ടപ്പെടും റൂമിലിരിക്കും. നമ്മുടെ കരിപ്പൂരിൽ നിന്ന് മാൽദീവ്സിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ വല്ല കാര്യങ്ങളുടെ ആവശ്യമുണ്ടോ? നമ്മൾ രാവിലെ എണീക്കുന്നു, ഫ്ലൈറ്റ് എടുക്കുന്നു, പോകുന്നു. പക്ഷെ ഇതല്ല, അടുത്ത ദിവസം രാവിലെ ഫ്ലൈറ്റ് ആയത് കാരണം ഹറിബറി ഒഴിവാക്കാൻ സ്റ്റേ എടുക്കേണ്ടേക്ക് വന്നത്. നമുക്ക് കൊച്ചിയിൽ നിന്നും ട്രിവാൻഡ്രത്തു നിന്നും മാത്രമാണ് മാൽദീവ്സിലേക്ക് ഫ്ലൈറ്റ് ഉള്ളൂ. അതും അധികം ഇൻഡിഗോയും പിന്നെ മാൽദീവിയൻ എയർവേസിലെ അതുമാണുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകുന്ന മാൽദീവിയനിലും ഇങ്ങോട്ട് വരുന്നത് ഇൻഡിഗോയിലുമാണ്. നമ്മൾ 305-ലും 307-ലും ആണ്. അല്ല, 306 ആണോ? അല്ലേ? നന്നായി പോയി ബെല്ലടിക്കത്ത്. ഇതാ 305, 307. നമുക്ക് ഇന്നൊരു രാത്രി ഇവിടെയാണ് നമ്മുടെ അന്തിയുറക്കം. കൊള്ളാല്ലേ? നല്ലൊരു സ്പേഷ്യസ് ഒരു ഗുഡ് റൂം. ഉപഞ്ചൻ ഷൂ ഒക്കെ ഊരാതെയാണ് ഉപഞ്ചൻ ബെഡ് കിടക്കണത്. ഷൂ എന്താ, ഷൂ ഒന്നും തൊട്ടിട്ടില്ലല്ലോ, തന്നെ ഷൂ ഉള്ളു. നമുക്ക് ശീലം പഠിപ്പിക്കാം, ഷൂ ഇട്ട ബെഡ് കയറാൻ പാടുള്ളൂ. ഓനൊരു മറ്റേ ഫ്രീഡം കിട്ടിയ പോലെ. മുഖത്ത് കുറച്ച് മോസ്കിറ്റോ ബൈറ്റ്സ് വന്നിട്ടുണ്ട്. ഭയങ്കര, ഇവരുടെ സ്കിൻ ഭയങ്കര ചെറുതായിരിക്കുമല്ലോ, അപ്പൊ അവർക്ക് മോസ്കിറ്റോസിന് വന്നിരുന്നാൽ തന്നെ കിട്ടുന്നുണ്ടായിരിക്കും നല്ല ചോര. നല്ല കുടിയാണ് മോസ്കിറ്റോ. ഉണ്ട്. അമ്മ എന്റെ ഒപ്പം ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറയരുത്. പാക്കിങ്ങും ഓട്ടും തിരക്കും എല്ലാം കാരണം മുഴുവൻ അങ്ങോട്ട് വർത്താനം പറയാൻ പറ്റിയില്ല കേട്ടോ. നേരത്തെ അമ്മ പറഞ്ഞതുപോലെ മാൽദീവ്സിക്ക് പോകുക എന്നുള്ളത് നമ്മൾ പെട്ടെന്നുണ്ടായിരുന്ന ഒരു പ്ലാൻ ഒന്നും ആയിരുന്നില്ല. ഞാനും വിഷ്ണു അവിടെയുള്ള സമയത്ത് തന്നെ നമ്മൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് റെഡിയായി ഡേറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അമ്മയ്ക്കും അച്ഛനും ഇത്തവണ നമ്മുടെ ഡെലിവറി സമയത്ത് അങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ലല്ലോ. കാരണം വിഷ്ണുവിന്റെ അമ്മമ്മയ്ക്ക് 96 വയസ്സായിട്ടുണ്ട്. അമ്മമ്മയ്ക്ക് ഡിമെൻഷ്യയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഒരു ലോങ് ടൈം അവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് മുന്നത്തെ തവണ അവർ വന്നു കഴിഞ്ഞപ്പോൾ അമ്മമ്മയ്ക്ക് ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ
ഇങ്ങനെയൊക്കെ ഡ്രസ്സ് മാറ്റാൻ പോണത്. അപ്പോൾ അമ്മമ്മയ്ക്ക് ബുദ്ധിമുട്ടുകൾ ചെറുതായിട്ട് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്ന് അമ്മയ്ക്ക് കുറച്ചും കൂടെ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ട് ഒരു 1 month ഒക്കെ മാറി നിൽക്കൽ പോസിബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അമ്മമ്മയ്ക്ക് കുറച്ചും കൂടെ ഡിപ്പെൻഡൻസി ഉണ്ട് അമ്മേനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ 1 മാസം 3 ആഴ്ച അങ്ങനെയൊന്നും മാറി നിൽക്കൽ പോസിബിൾ അല്ല. മാക്സിമം ഇന്ന് തന്നെ നമ്മളിപ്പോൾ ഒരു 4 nights 5 days അല്ലേ? എനിക്ക് 4 nights 3 days വരുന്നു, ഒരു ബന്ധമില്ലാത്ത ലോജിക്ക്. അപ്പൊ 4 nights 5 days മാറി നിൽക്കുമ്പോ തന്നെ എന്തൊക്കെ ഒരു അറേഞ്ച്മെന്റ്സ് ആണ് അമ്മ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ കണ്ടതായിരുന്നു കേട്ടോ. അവിടെ വിളിച്ചു പറയും, ഇവിടെ വിളിച്ചു പറയും, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തെടുത്ത് അമ്മമ്മയ്ക്ക് ഒന്നിനും കുറവ് വരതില്ല എന്നുള്ള അത്രയും ഉറപ്പ് വരുത്തിയിട്ടാണ് അമ്മ ഈ ഒരു 5 ദിവസം തന്നെ അവിടുന്ന് മാറി നിന്ന്. അപ്പൊ ഇത്തവണ നാട്ടിൽ വരുന്ന സമയത്ത് എന്തായാലും വിഷ്ണുവിന്റെ പേരൻസിനെയും കൊണ്ട് എവിടെയെങ്കിലും പോകണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് അങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല, ഇവന്റെ ഒപ്പം അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു സ്റ്റേക്കേഷൻ പോലെ എവിടെയെങ്കിലും പോയി നല്ല ക്വാളിറ്റി ടൈം അവരിപ്പം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പൊ എന്റെ പേരൻസിനെയും കൂടെ ഒപ്പം കൊണ്ടുപോകാന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ സൂപ്പർ ആനുവേഷൻ പീരീഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, 56 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ലീവ് എടുക്കാൻ പറ്റില്ല, കാഷ്വൽ ലീവ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് അവരെന്തായാലും ഇത്തവണ വരുന്നില്ല എന്നുള്ള തീരുമാനമൊക്കെ എടുത്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുന്നതിന്റെ മുന്നേ അവിടുന്ന് ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ തവണയും ട്രിപ്പ് പോകുമ്പോൾ ഞാനാണ് സ്ഥലം കണ്ടുപിടിക്കുക, റിസോർട്ട്സ് കണ്ടുപിടിക്കുക, എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റും, ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുക, ഏതൊക്കെ സൈറ്റ് സീയിങ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. വിഷ്ണു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, പിന്നെ വിഷ്ണു ബാക്കി വരും എന്നുള്ള കാര്യം ചെയ്യാറുള്ളൂ. ഇത്തവണ യുവിനെയും വെച്ച് അത്ര കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സമയമില്ലാത്തത് കാരണം എന്തായാലും എവിടെയെങ്കിലും പോകണം എന്നുള്ളത് കാരണം നമ്മൾ ഒരു ട്രാവൽ ഏജൻസി ത്രൂ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളതായിരുന്നു ബഡ്ജറ്റ് ഹോളിഡേയ്സ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടൊന്നും ഞാൻ പറയല്ല കേട്ടോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. അപ്പോൾ ബഡ്ജറ്റ് ഹോളിഡേയ്സ് ഞാൻ കോൺടാക്ട് ചെയ്തു. അതിനുശേഷം എന്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഇവനെ വെച്ച് ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, വെതറിന്റെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരിക്കും, അതേപോലെ ഒരുപാട് ലോങ് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, എന്നാൽ എനിക്ക് കുറച്ച് പുതുമയുള്ള ഒരു സ്ഥലത്ത് പോകണം. അപ്പൊ അവര് നമുക്ക് ബാലി, മാൽദീവ്സ് അങ്ങനത്തെ കുറെ സജഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ബാലിയൊക്കെ ആണെങ്കിൽ ഒരുപാട് സൈറ്റ് സീയിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ പോകണം. അതൊന്നും അത്ര പോസിബിൾ അല്ലാത്തത് കാരണം അവര് തന്നെ ഇരുന്ന് നമ്മൾ ഒരുമിച്ച് സോർട്ട് ഔട്ട് ചെയ്താണ് മാൽദീവ്സ് പോവാന്നുള്ളത്. മാൽദീവ്സ് ആകുമ്പോൾ ഒരു മിനിറ്റ് അച്ഛൻ വിളിക്കുന്നേ. മാൽദീവ്സ് ആകുമ്പോൾ ഉള്ളൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവനെ കൊണ്ട് കാര്യങ്ങളെല്ലാം ഈസി ആയിരിക്കും. അപ്പോൾ അവിടെ ഒരുപാട് റിസോർട്ട്സും കാര്യങ്ങളും ഉണ്ട്, ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. എവിടെ നിൽക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ എന്നെ പോലത്തെ ഒരാൾക്ക് പൊതുവെ വളരെ കോമൺ ആണ് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര ഈസി ആക്കി തന്നത് ബഡ്ജറ്റ് ഹോളിഡേയ്സ് തന്നെയായിരുന്നു. അവരെനിക്ക് വേണ്ടി റിസോർട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് കുറെ സജഷൻസ് അയച്ചു തന്നു. നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഇതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. പിന്നെ ഈ സൺസെറ്റ്, സൺറൈസ് അങ്ങനത്തെ ഒക്കെ വില്ലാസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ റിക്വയർമെന്റ് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ ഞാനിരുന്ന് തപ്പണം ഓരോന്നും. അതിനേക്കാളും എനിക്ക് വളരെയധികം ഈസി ആയിരുന്നു ഇവർ ത്രൂ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പൊ ഇവർ പറയുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതേപോലെ റിസോർട്ട്സിനും ആവശ്യമുള്ള ഫിനാൻഷ്യൽ ഡീലിങ്സ് മാത്രമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടി വന്നുള്ളൂ. ബാക്കിയെല്ലാം അവർ തന്നെയാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. സോ ഫാർ എനിക്ക് അവരായിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര ഗുഡായിരുന്നു. പക്ഷെ മുഴുവൻ പറയാനായിട്ടില്ല, അടുത്ത വ്ളോഗും കൂടെ കഴിഞ്ഞിട്ട് പറയാട്ടോ. നമ്മൾ കണ്ടതുപോലെ തന്നെയാണോ റിസോർട്ട്സും കാര്യങ്ങളും അവിടെ ചെന്നിട്ടുള്ള എക്സ്പീരിയൻസും എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഇത്രയും എനിക്ക് ആ ഒരു പ്രോസസ് ഈസി ആക്കി തന്നതുകൊണ്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അല്ല വിഷ്ണു, അല്ലെങ്കിൽ വിഷ്ണുവിനെ പോലത്തെ ആളെ വെച്ചിട്ട് ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായേനെ. ഇത് പറഞ്ഞപ്പോഴാട്ടോ, മാൽദീവ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിന്റെ ഇടയിൽ വന്നപ്പോഴാണ് ആദ്യം വിഷ്ണുവിന് കുറച്ച് മടിയുണ്ടായിരുന്നു ഈ ട്രിപ്പ് പോകാൻ, ഇവനെയും വെച്ച് ട്രാവൽ ചെയ്യണമെന്നൊക്കെ. പിന്നെ മാൽദീവ്സ് എന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് ഭയങ്കര പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു മാൽദീവ്സ്. വിഷ്ണു കുറച്ചും കൂടി ഒരു ബീച്ച് പേഴ്സൺ ആണ് തോന്നുന്നു. എവിടെ പോകുമ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ഒരു കാര്യം ഉണ്ടാവാറില്ലല്ലോ. പക്ഷെ ബീച്ച് എന്നൊക്കെ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒരു എന്താ പറയാ, സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ ഒക്കെ ഒരു രസം കാണിക്കുന്നത് കാണാം. അപ്പൊ നമ്മൾ ഗ്രീസിൽ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ലേ, സാന്റോറിനി അല്ലേ, സാന്റോറിനി അന്നും നല്ല രസമായിരുന്നു. എനിക്കൊന്നും കൂടെ പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലമാണ്. അപ്പൊ അതേപോലെ ബീച്ചും കടലും സൺസെറ്റും ഒക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെല്ലാം ഇഷ്ടമാണ്, വിഷ്ണുവിന് അത് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അപ്പൊ അത് കേട്ടപ്പോഴാണ് മാൽദീവ്സ് എന്നൊരു ഐഡിയ വന്നപ്പോഴാണ് വിഷ്ണു ഈ ഒരു ട്രിപ്പ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തത്. അപ്പൊ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിന്നുള്ള സമയത്ത് തന്നെ ലുക്ക് ഫോർവേഡ് ചെയ്തിരുന്ന ഒരു ട്രിപ്പാണ് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെരി എക്സൈറ്റഡ്. യുവിനെയും കൊണ്ടിട്ട് നമ്മൾ നെതർലാൻഡ്സും ഇന്ത്യയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യാൻ പോകുന്ന കൺട്രിയാണ്. വിഷ്ണുവിനോട് നിർത്താൻ പറയാം, കഴിക്കാൻ പോകാൻ വിഷ്ണല്ലേ. വിഷ്ണു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഞാൻ ഒരു ചെറിയ കഷ്ടപ്പാട് കഴിച്ചായിരുന്നു. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. എന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 7 മിനിറ്റ് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൈ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല, ഇവിടുന്ന് മരവിച്ചിരിക്കുന്നു ഏകദേശം ഇതുവരെ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ നടക്കാം. ഓക്കെ. അയ്യോ, ഇവിടെ കുറച്ചും കൂടെ നല്ല ലൈറ്റിംഗ് ആയിരുന്നു. ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഇവിടെ കുറച്ചും കൂടെ ലുക്കായിട്ടുണ്ട്. ഇവിടുത്തെ നല്ലൊരു കാര്യം കേട്ടോ, കാരണം യുവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇത് സ്ട്രോളറാണ്. അതിൽ കാർ സീറ്റിലിരിക്കാൻ
ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ സൈഡിൽ അതിൽ തന്നെ കിടക്കും, കളിക്കും, അവിടെ നോക്കി ഇരിക്കും ഒക്കെ ചെയ്യും. കിലുക്കും കാര്യങ്ങളൊക്കെ വെച്ച് കിലുക്കി കൊടുത്താലൊക്കെ മതി. ഞാൻ മറ്റേ കിലുക്ക് നാട്ടിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ കിലുക്കില്ലേ ഇവന്റെ പരിപാടിക്ക്, നല്ല ശബ്ദമുള്ള കിലുക്ക. അപ്പൊ നല്ല ഇഷ്ടപ്പെട്ടു. കിട്ടി ധരിച്ചൊക്കെ നോക്കണ്ട്. ഇല്ല, അതെ. അപ്പോൾ നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകണം. ആദ്യം പുറത്തു പോകാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പിന്നെ ഇവിടെ തന്നെ കഴിക്കാൻ വിചാരിച്ചു. എനിക്ക് കുറച്ചൊരു വോയിസ് ഓവർ എഡിറ്റിംഗ് പരിപാടി ബാക്കിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നതാണ്. എന്താ ഇഷ്ടം കഴിക്കണം? ബിരിയാണിയാണോ സദ്യയാണോ? മീൽസ്. അച്ഛന്ന് രാവിലെ വിശന്നിട്ട് കിളിവായി പോയി. മോൾഡീവ്സ് നിന്ന് പോയി വന്നിട്ട് വേണം ഇവന് സോളിഡ്സ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ക്യാരറ്റ് വെച്ച് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളങ്ങനെ നമുക്ക് വേണ്ട ഫുഡെല്ലാം ഓർഡർ ചെയ്തു. കുറച്ച് ലേറ്റ് ആയിരുന്നു ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും. ഇവനെ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇവന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കാർ സീറ്റാണ്. അതിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളും. ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ ആസ് യൂഷ്വൽ എല്ലാ സ്ഥലത്ത് പോയാലും മെനു കാർഡ് മുഴുവൻ പഠിച്ച് ഓർഡർ ചെയ്യുന്ന സാധനം ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും. വിഷ്ണു ഒരു ബിരിയാണിയും അച്ഛൻ ഒരു ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിച്ചു കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്നാണ് പ്ലാൻ. യുബിനെയും അമ്മടി അച്ഛനെയും റൂമിലേക്ക് അയക്കുകയാണ്. എനിക്ക് കുറച്ച് വോയിസ് ഓവർ ചെയ്യാനും പണിയുണ്ട്. ഡിസ്റ്റർബ് അല്ല കേട്ടോ, കുറച്ച് നേരം അമ്മയ്ക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനാണ്. യുവിക്ക് ഇപ്പോഴേ കാരിയറിൽ നിന്നിട്ടുള്ള ശീലം പോയിക്കണം. അതുകൊണ്ട് അത്ര രസമില്ല. ക്യാബ് എന്നൊക്കെ പറയുന്നത് അടങ്ങിയിരുന്ന ചെക്കനാണ്. നമ്മൾ ഗീതുവിൻ്റെ വീട്ടിൽ പോകാട്ടോ. ഗീതുവിൻ്റെ വീട് ഇവിടെ അടുത്താണല്ലോ എയർപോർട്ടിൻ്റെ. അപ്പം മമ്മീനെയും പപ്പേനെയും ഒക്കെ ഒന്ന് കണ്ടുവരാം. ഞാൻ ഏകദേശം 2 മണിക്കൂർ വർക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഗീതുവിൻ്റെ വീട്ടിൽ പോണേ. ഗീതുവിൻ്റെ വീട് തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഗീതുവിനെ കളിയാക്കും. അന്ന് ആ വാങ്ങിയിട്ട സ്ഥലത്താണ് ഇപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. തൊട്ടടുത്ത് ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ രോഹിത്തൊക്കെ വരുന്ന സമയത്തും രാത്രി ഫ്ലൈറ്റ് ഡിലേ ഒക്കെ ആവുകയാണെങ്കിൽ ഇവിടെ ഗീതുവിൻ്റെ വീട്ടിലാണ് വന്ന് നിൽക്കാറ് കേട്ടോ. മമ്മി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇവനെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ അവനെ ഒന്ന് കണ്ട് 1 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു നാട്ടിലോട്ട് വന്നുല്ലോ. മമ്മി ഇവിടെ കുറേ ഇങ്ങനെ ശംഖുപുഷ്പം ഉണക്കി ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു ഡപ്പ എടുത്തു. ഈ ഒരു ബ്ലൂ ടീ ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആണല്ലോ. ഈ ഷുഗറുള്ള ആൾക്കാർ കഴിക്കുമ്പോൾ ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം കഴിക്കുക കേട്ടോ. അത്യാവശ്യം വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. നല്ലതാണ്. ഞാൻ കുടിക്കുന്നുണ്ട് ഡെയിലി 5 ദിവസം കുടിക്കും. 5 ശംഖുപുഷ്പം ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കും. ശംഖുപുഷ്പം ഇടൂല. ഒരു ഗ്ലാസ്സിൽ വെള്ളം തിളച്ചത് ഒഴിച്ചിട്ട് അതിലേക്ക് 5 ശംഖുപുഷ്പം ഇടും. ഇത് രാവിലെ എനിക്ക് വെറുമേറ്റി കുടിക്കും. ഓ അങ്ങനെയാണ്. തലേന്ന് നമ്മൾ ഇട്ട് വെക്കണം. തലേന്ന് രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 5 പൂ ഇടും. എന്നിട്ട് രാവിലെ വെറും. ഇതാരാ പറഞ്ഞ മമ്മിയുടെ അടുത്ത്? ഞാൻ യൂട്യൂബിൽ കണ്ടാണ്. പക്ഷെ എന്റെ ഷുഗർ കുറയുന്നുണ്ട്. ഈ ബ്ലൂ ടീ ഇപ്പൊ ഭയങ്കര ബ്ലൂ ടീ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ട്രൈ കാണാൻ. ഞാൻ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അതുകൊണ്ട് മമ്മി തിളച്ചിടുമ്പോഴത്തേക്ക് ആ വെള്ളം നീല കളറാവും. അത് നമ്മൾ എടുത്ത് ആറിപ്പിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ കഴിക്കും. രാവിലെ ആ പൂവ് അങ്ങ് എടുത്ത് കളയും, കുടിക്കും. ഇത് ഞാൻ മമ്മിയുടെ ഒരു ചെറിയൊരു ഡപ്പിസ്കിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ശംഖുപുഷ്പം ഉണ്ടെന്നാണ് മമ്മി പറയണത് അല്ലേ? ഇവിടെ ചുറ്റിലും ഉണ്ട്. ആവശ്യത്തിന്റെ ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ തണക്കാൻ വെച്ചാൽ പപ്പ കുടിക്കാറുണ്ടോ രാവിലെ? ഞങ്ങൾ 2 പേരും കുടിക്കും രാവിലെ കുടിക്കും. മമ്മി ഒരു അച്ചാറ് ഗെയിമിയാണ്. എത്ര അച്ചാറാ മുന്നിട്ട് വെച്ചിരുന്നെന്ന് അറിയാം. പപ്പയ്ക്ക് ദേഷ്യം വന്നിട്ട് കുറെ അച്ചാറ് പപ്പ മാറ്റി വെക്കുന്നൊക്കെ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സൂപ്പർ. അടിപൊളി. എരിവുണ്ട്, നല്ല പിടിച്ചിട്ടുമുണ്ട്. കൊച്ചിനെ എടുക്കരുതട്ടാ. എങ്ങണ്ട് കർമുറും മുഖത്ത് കണ്ടോ കൊതു കടിച്ചത്? അതാ മൂക്കിനൊക്കെ ഉണ്ട്. ഒന്ന് കമണ്ട് കാണിച്ചു കൊടുക്കൂ അമ്മൂമ്മക്ക്. ഇത് പഠിച്ച് കമണ്ട് കാണിച്ചു കൊടുക്കും. തല ശരിക്കും പൊങ്ങണില്ല. അതായത് കൈ ശരിയായാലേ തല ശരിയാവുള്ളൂ. ഇനിയിപ്പോ വലത്തി കളിച്ചാൽ ആളെയോ.
മമ്മി ചോറും കറിയും അച്ചാറും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ മമ്മി കുക്ക് ചെയ്യണ്ട നമ്മൾ കുറേ തവണ പറഞ്ഞായിരുന്നു. പക്ഷേ മമ്മീനെ പോലത്തെ ആൾക്കാർക്കൊക്കെ വീട്ടിൽ വന്ന് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമമായിരിക്കും. നല്ല സൽക്കാരപ്രിയരായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഈച്ച് ടൈം നമുക്കിവിടെ വന്നു പോകുമ്പോഴും ചില ആൾക്കാരെ മീറ്റ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരിക്കില്ലേ. അങ്ങനെയാണ് ഗീതുവിൻ്റെ മമ്മിയും പപ്പിയും എന്താ പറയുക, ഗീതുവിനെ മീറ്റ് ചെയ്തത് ഒരു നല്ല കാര്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ തോന്നുന്ന പോലെ ഇവരെ പരിചയപ്പെട്ടതും അതേപോലെ ഞാൻ ഒരു നല്ലൊരു കാര്യമായിട്ട് ആലോചിക്കാറുള്ളൊരു കാര്യമാണ്. അങ്ങനെ മമ്മിയുടെയും പപ്പയുടെയും ഒപ്പം ഒരു സെൽഫി ഒക്കെ എടുത്ത് നമ്മൾ ഗീതുവൊക്കെയുള്ള ഒരു ഗ്രൂപ്പിലൊക്കെ ഇട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ നാട്ടിൽ വന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ ഭയങ്കര ഒരു ഗുഡ് ഫീൽ ആയിരിക്കില്ലേ അവർക്കും. കാരണം നമ്മളൊക്കെ വിട്ടു നിൽക്കുമ്പോൾ നാട്ടിൽ വരുമ്പോൾ അവരൊക്കെ കാണുക എന്നുള്ളത് നല്ലൊരു കാര്യമാണല്ലേ. ഇത് ഞാൻ അമിതയുടെ കയ്യിൽ 1-2 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ സർവീസ് ഉള്ളത് കാരണം അവിടുന്ന് പിക്ക് ചെയ്ത് ഇപ്പോൾ അവരിങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു. ഇനി ഇതൊക്കെ ചെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം. അന്ന് നമ്മൾ പുളിമൂട്ടിൽ പോയപ്പോൾ കുറച്ച് കട്ട് പീസസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സസ്സാണ് ഇതിൻ്റെ അകത്ത്. ഇന്നിനി അധികം സമയം കളയാൻ നമ്മൾ കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ നേരത്തെ എണീറ്റ് എയർപോർട്ടിൽ പോകുന്നു. ബാക്കി വിശേഷമായിട്ട് നാളെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.